മഹാനായ ഫ്രെഡറിക് എംഗൽസ് ജനിച്ചിട്ട് ഇന്ന് 204 വർഷം. 19-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും മികച്ച ബൗദ്ധിക സൗഹൃദമായിരുന്നു എംഗൽസിന് മാർക്സുമായി ഉണ്ടായിരുന്നത്. സ്വജീവിതം പരാജയപ്പെടുത്തിക്കൊണ്ട് മനുഷ്യമോചനം അപരാജിതമാക്കാനുള്ളതത്രയും ആത്മാർത്ഥമായുള്ള മനുഷ്യനായിരുന്നു എംഗൽസ്. 1820 നവംബർ 28-ന് ജർമ്മനിയിലെ ബാർബൻ പട്ടണത്തിൽ ധനിക തുണി വ്യവസായിയുടെ കുടുംബത്തിലാണ് എംഗൽസ് ജനിച്ചത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാവുന്നതിന് മുൻപ് പിതാവിന്റെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലിക്ക് ചേർന്നു. ജർമ്മൻ തത്വജ്ഞാനിയായ ഹെഗലിന്റെ അനുയായികളുടെ യുവ ഹെഗ്ലിയൻ ക്ലബിൽ ചേർന്ന അദ്ദേഹം അവരുടെ ഇടയിൽ ശ്രദ്ധേയനായി. വളരെ ചെറുപ്പത്തിൽ തന്നെ ജർമ്മൻ ടെലിഗ്രാഫ് പത്രത്തിൽ മൂർച്ചയുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ലേഖന പരമ്പര എഴുതി തുടങ്ങിയ എംഗൽസ് ജർമ്മൻ സർക്കാരിന്റെ പിന്തിരിപ്പൻ പ്രവർത്തനങ്ങൾക്കെതിരെ ആ മൂർച്ചയേറിയ തൂലിക ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇടതുപക്ഷ നേതാക്കളുമായി ഉറ്റ ബന്ധം പുലർത്തിപ്പോന്ന എംഗൽസ് 1844 ജർമ്മനിയിലേക്കുള്ള യാത്രയിൽ പാരീസിൽ മാർക്സിന്റെ കൂടെ 10 ദിവസം താമസിച്ചു. മനുഷ്യരാശിയുടെ ഭാവിയെ വിപ്ലവകരമായി മാറ്റിമറിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാർക്സിന്റെയും എംഗൽസിന്റെയും പേരിലാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. മാനിഫെസ്റ്റോ എഴുതിയത് മാർക്സ് ആണ്, എന്നാൽ അതിന്റെ രൂപരേഖ എംഗൽസിന്റേതായിരുന്നു. മൂലധനത്തിന്റെ പല ഘട്ടങ്ങളിലും എംഗൽസിന്റെ ഉപദേശവും നിർദ്ദേശവും മാർക്സ് സ്വീകരിച്ചിട്ടുണ്ട്. മൂലധനത്തിന്റെ 1-ാം വാല്യം മാർക്സിന്റെ ജീവിതകാലത്ത് തന്നെ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞെങ്കിലും 2ഉം 3ഉം വാല്യങ്ങൾ മാർക്സിന്റെ മരണശേഷം എംഗൽസ് ആണ് എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചത്. ഈ പ്രത്യയശാസ്ത്രം യുഗയുഗാന്തരങ്ങളോളം നിലകൊള്ളുമെന്ന എംഗൽസിന്റെ പ്രവചനം അസ്ഥാനത്തല്ല. 125 വർഷത്തിനിടെ മാർക്സിസം എന്ന ചലനാത്മകമായ പ്രത്യയശാസ്ത്രം സ്വാധീനിക്കാത്ത ഒരു മേഖലയുമില്ല. മാർക്സിസ്റ്റ് ആശയ സംഹിതയെ തകർക്കാൻ നുണക്കഥകളാലും അധിക്ഷേപങ്ങളാലും 200 വർഷങ്ങളായി മുതലാളിത്തവും വർഗീയ ശക്തികളും നിഗൂഢ ശ്രമത്തിലാണ്. അതിനെതിരെ അതിശക്തമായ കരുതലും ജാഗ്രതയുമാണ് ഇന്ന് ലോകം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.